Hello students, in this session we are discussing the second part of our thermodynamics. കഴിഞ്ഞൊരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ തെർമോഡൈനാമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും തെർമോഡൈനാമിക്സ് എന്ന പാഠത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ 50% നമ്മൾ ഫസ്റ്റ് ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ട് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കി ക്ലിയർ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. അല്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ സെക്കൻഡ് പാർട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലുള്ള കുറേ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തേക്കാം. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു രണ്ട് പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻസും സെക്കൻഡ് പാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ട് പാർട്ടിലും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഈക്വലാണ്. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഫുൾ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് പോകണം. ഫോക്കസ് ഏരിയ ബേസ്ഡ് പഠിക്കുമ്പോൾ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മളൊരു പാഠം പഠിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. സോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യരുത്. ഫോക്കസ് ഏരിയ തന്നിട്ടുള്ള അത് മൊത്തവും പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതർ ടോപ്പിക്ക് പഠിക്കണം എന്നില്ല. അത് അതർ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും ഫോക്കസ് ഏരിയയിൽ തന്ന എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാതും പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാം. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻതാൽബി ചേഞ്ച്. എൻതാൽബി എന്താണെന്നുള്ളത് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എൻതാൽബി ചേഞ്ച് ആൻഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ്റെ എൻതാൽബി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു എൻതാൽബി ചേഞ്ച് പറയുന്നതിന് മുമ്പ് എൻതാൽബി എന്താണെന്നുള്ളത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻതാൽബി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ എൻതാൽബി ചേഞ്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് മൈൻഡിലേക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻതാൽബി എന്താണെന്നുള്ളത് പറയാണ്. ഒരു എൻതാൽബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടലി ഹീറ്റ് കണ്ടൻറ്റിന് പറഞ്ഞ പേരാണ് എൻതാൽബി. എൻതാൽബി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുള്ളത് അത് ഹീറ്റാണ്, ഹീറ്റ് കണ്ടൻ്റ് ആണ്. ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് എൻതാൽബി. എൻതാൽബി കാണാനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. എൻതാൽബി ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതാണ് എൻതാൽബി ചേഞ്ച്. നമ്മൾ ഓരോന്നിനും ചേഞ്ച് പറയാറുണ്ട്. ചേഞ്ച് പറയുമ്പോൾ എന്ത് വെച്ചിട്ടാണ് പറയുക? ഡെൽറ്റ എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ് പറയുക. ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെൽറ്റ വെച്ചിട്ട് പറയും. അതേപോലെ നമ്മളിവിടെ എൻതാൽബി ചേഞ്ചിനെ പറയുന്നത് ഡെൽറ്റ എച്ച് വെച്ചിട്ടാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു H2 - H1 എന്നുള്ള റിയാക്ഷൻ്റെ ഇക്വേഷനൊക്കെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ പാർട്ടിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻതാൽബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ ഹീറ്റ് കണ്ടൻറ്റിനെയാണ് നമ്മൾ എൻതാൽബി അല്ലെങ്കിൽ എൻതാൽബി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് ഈ ടോപ്പിക്ക് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത് റിയാക്ഷൻ്റെ എൻതാൽബി എന്താണ്. എൻതാൽബി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെയുള്ള എൻതാൽബി ചേഞ്ച്, നമ്മളിപ്പോൾ സാധാരണ എൻതാൽബി ചേഞ്ച് പറഞ്ഞു ഡെൽറ്റ എച്ച്. റിയാക്ഷൻ്റെ എൻതാൽബി ചേഞ്ച് എന്ന് പറഞ്ഞ പേരാണ് ഡെൽറ്റ RH. ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ റിയാക്ഷൻ എൻതാൽബി കാണിക്കുക. റിയാക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെൽറ്റ ഇട്ടിട്ട് ഒരു R ഇടുക, പിന്നെ ഒരു H ഇടുക. ഇതൊരൊറ്റ ടോപ്പിക്കാണ്. ഫോക്കസ് ചെയ്ത് നീളത്തിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പല ടോപ്പിക്കാണെന്ന് വിചാരിക്കേണ്ട ഒരൊറ്റ ടോപ്പിക്കാണ് എൻതാൽബി ചേഞ്ച് അഥവാ എൻതാൽബി ഓഫ് എ റിയാക്ഷൻ എൻതാൽബി എന്ന് പറയുന്നത് പഠിക്കാനുള്ളത്. ഒരു എൻതാൽബി ഓഫ് റിയാക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 2 റിയാക്റ്റൻസ് കൂടി ചേർന്നിട്ട് പ്രൊഡക്റ്റ് ആവുക അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ എക്സാമ്പിൾ കാണിക്കുകയാണ് A+B ഇന്ന് B+C+D എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? ഒരു റിയാക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക. ഈ A+B എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻസ് കൂടി ചേർന്നിട്ടാണ് C+D എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് റിയാക്റ്റൻസ് എന്നും ഇതിനെ പ്രൊഡക്റ്റ് എന്നും പറയാം. കൂടി ചേരുന്ന ആ ടീമിനെ റിയാക്റ്റൻസ് എന്നും ബാക്കിയുള്ളതിനെ നമുക്ക് പ്രൊഡക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഒരു റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്ന ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ എൻതാൽബി ചേഞ്ച്, ദി എൻതാൽബി ചേഞ്ച് ഡ്യൂറിങ് ദി കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് റിയാക്ഷൻ എൻതാൽബി. ഒരു റിയാക്ഷൻ എൻതാൽബി എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷനിലുള്ള എൻതാൽബി ആണെന്ന് പഠിച്ചാൽ മതി. ഒരു റിയാക്ഷൻ എൻതാൽബി എന്ന് ചോദിക്കുന്നത് ആ റിയാക്ഷനിൽ നടക്കുന്ന എൻതാൽബി ചേഞ്ച്. അപ്പോൾ ഇത് കാണാൻ അല്ലെങ്കിൽ അതിന് നൊട്ടേഷൻ ഫസ്റ്റ് പറയുന്നത് ഡെൽറ്റ RH എന്നുള്ള. ഡെൽറ്റ എന്ന് വരയ്ക്കും, ഒരു R ഒരു H. ഇത് എൻതാൽബി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ എൻതാൽബി എന്ന് പറയും. റിയാക്ഷൻ എൻതാൽബി.
അത് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ കൃത്യമായി പഠിക്കണം. അഥവാ ഒരു റിയാക്ഷൻ എൻതാൽബി കാണാൻ വേണ്ടിയിട്ട് സം ഓഫ് എൻതാൽബീസ് ഓഫ് എ പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽബീസ് ഓഫ് റിയാക്റ്റൻസ്. ഇവിടെ റിയാക്ഷൻ ആ ഒരു ഇക്വേഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒരു റിയാക്ഷൻ എൻതാൽബി കാണാൻ വേണ്ടിയിട്ട് സം ഓഫ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സിഗ്മ എന്നാണ് അവിടെ നൊട്ടേഷൻ കൊടുത്തത്. ഒരു എം തിരിച്ചിട്ടിട്ടില്ലേ, ആ എം അറിയാതെ തിരിഞ്ഞു പോയതല്ല, എം സിഗ്മ എന്നാണ് ചെയ്തിട്ടുള്ളത്. ആ എം അല്ല, അത് സിഗ്മ എന്നാണ് പറയാം. സിഗ്മ എന്ന് പറഞ്ഞാൽ സം എന്ന് പറയാം. അപ്പോൾ സം ഓഫ് സിഗ്മ ഓഫ് എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റിൻ്റെ എൻതാൽബി കൂട്ടിയത് സം. അപ്പോൾ സിഗ്മ എച്ച് പി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എൻതാൽബി കൂട്ടിയതിൽ നിന്ന് എന്ത് ചെയ്യുക, റിയാക്റ്റൻറ്റിൻ്റെ എൻതാൽബി കൂട്ടിയത് കുറക്കുക എന്നുള്ളതാണ്. നമ്മളൊരു റിയാക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക, A+B=C+D. ഇതിൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയ നമ്മൾ ഈ ഫോക്കസ് ഏരിയ കഴിഞ്ഞാൽ ഡിസ്കസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സസൈസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്, അതിനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ഒരു എൻതാൽബി ചേഞ്ച്, ഈ ഒരു റിയാക്ഷൻ എൻതാൽബി ചേഞ്ച് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് എൻതാൽബി ചേഞ്ച് ഉണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻതാൽബി ചേഞ്ച് കൂട്ടിയതിൽ നിന്ന് ഈ റിയാക്റ്റൻറ്റിനൊന്ന് എൻതാൽബി ഉണ്ടാവും. ആ റിയാക്റ്റൻറ്റിൻ്റെ എൻതാൽബികൾ തമ്മിൽ കൂട്ടിയിട്ട് അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒരു റിയാക്ഷൻ്റെ ടോട്ടൽ എൻതാൽബി ചേഞ്ച് കിട്ടും, ഒരു റിയാക്ഷൻ എൻതാൽബി കിട്ടും. അപ്പോൾ റിയാക്ഷൻ എൻതാൽബി കാണാനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ഒരു റിയാക്ഷൻ എൻതാൽബി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാവുന്ന എൻതാൽബിക്കാണ് ഒരു റിയാക്ഷൻ എൻതാൽബി എന്ന് പറയുക. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ട ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഒരു സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എൻതാൽബി, അത് പ്രൊഡക്റ്റിൻ്റെ എൻതാൽബിയിൽ നിന്ന് റിയാക്റ്റൻറ്റിൻ്റെ എൻതാൽബി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ഒരു റിയാക്ഷൻ എൻതാൽബി കിട്ടും. അപ്പോൾ ഒരു റിയാക്ഷൻ എൻതാൽബി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആ ഒരു ടോപ്പിക്കിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളതാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എന്നാണെന്നാ. ഒരു റിയാക്ഷൻ എൻതാൽബി നമ്മളൊന്ന് പറഞ്ഞു. ഇനി ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബി നമ്മൾ പറയാം, ആ സാധനം സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറയാറില്ലേ. കെമിസ്ട്രിയിൽ സ്റ്റാൻഡേർഡ് എന്താണ്, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എൻതാൽബി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻതാൽബി എന്താണെന്നുള്ളതാണ്. സിമ്പിളാണ് പഠിക്കാൻ, മനസ്സിലാക്കുക. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്, വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പലരും എഴുതിക്കും ആ റിയാക്ഷൻ സ്റ്റാൻഡേർഡായി നടക്കുമ്പോൾ ആണെന്നുള്ളതൊക്കെ. എന്താണെന്നുള്ളത് കേൾക്കുക. ദി സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ ഈസ് എൻതാൽബി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ വെൻ ഓൾ സബ്സ്റ്റൻസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അഥവാ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, ആ റിയാക്ഷനിലുള്ള സബ്സ്റ്റൻസ് എല്ലാവരും ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ ആ റിയാക്ഷൻ്റെ എൻതാൽബിക്ക് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, ആ റിയാക്ഷൻ്റെ എല്ലാ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ കൂടിച്ചേരുന്ന ആൾക്കാർക്ക് പറഞ്ഞ പേരാണ്, ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഇതിൽ പറഞ്ഞ ഓരോരുത്തർക്കും സബ്സ്റ്റൻസ് എന്ന് പറയുക. ആ ഒരു സബ്സ്റ്റൻസ് എല്ലാവരും ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ ആ ഒരു റിയാക്ഷൻ എൻതാൽബിക്ക് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ. എൻതാൽബി ഓഫ് റിയാക്ഷൻ എൻതാൽബി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയാണ് ഒരു റിയാക്ഷൻ സ്റ്റാൻഡേർഡിലാണെങ്കിൽ, അതിലെ സബ്സ്റ്റൻസ് ഒക്കെ സ്റ്റാൻഡേർഡിലാണെങ്കിൽ അവൻ്റെ റിയാക്ഷൻ എൻതാൽബിക്ക് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ആണോ, നമ്മളൊരാൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ എന്ന് പറയുന്നത് പോലത്തെ സ്റ്റാൻഡേർഡ് ആണോ? അല്ല. ഇൻ തെർമോഡൈനാമിക്സ് ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് റെഫേഴ്സ് ടു, അഥവാ ഒരു തെർമോഡൈനാമിക്സിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം അറ്റ് 1 bar പ്രഷർ ആൻഡ് അറ്റ് 298 Kelvin ടെമ്പറേച്ചർ. അതാണ് ഒരു സബ്സ്റ്റൻസ് സ്റ്റാൻഡേർഡിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് അതിൻ്റെ പ്യുവർ ഫോമിലും ആവണം, 1 bar പ്രഷർ അറ്റ് 298 Kelvin. അത് 1 bar പ്രഷറിലും ആവണം, അതിന് നോർമൽ ടെമ്പറേച്ചറായ 298 Kelvin ആയിരിക്കണം. ഒരു സബ്സ്റ്റൻസ് സ്റ്റാൻഡേർഡിലാണ് എന്ന് പറയുന്നത് അത് പ്യുവർ ഫോം ആവണം. എപ്പോൾ? 1 bar പ്രഷറിലും 298 Kelvin ടെമ്പറേച്ചർ ഒരു സബ്സ്റ്റൻസ് പ്യുവർ ആണെങ്കിൽ ആ സബ്സ്റ്റൻസ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. അങ്ങനെ ഉണ്ടാവുന്ന സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ഉള്ള റിയാക്ഷൻസിൻ്റെ എൻതാൽബിക്ക് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇവിടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്ത നോട്ട് അതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എൻതാൽബി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എൻതാൽബിയാണ് വെൻ ദ സബ്സ്റ്റൻസ് ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. സബ്സ്റ്റൻസ് എല്ലാവരും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ആ റിയാക്ഷൻ എൻതാൽബി ചേഞ്ചിന് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ.
അതിനുശേഷം എന്താണ് ഒരു റിയാക്ഷൻ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി കൊടുക്കണം. നമുക്കറിയാമെന്നുള്ള രീതിയിൽ നമ്മൾ അത് എഴുതിയിട്ടുണ്ടെങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതിന് തെർമോഡൈനാമിക്സ് ഒരു സാധനം സ്റ്റാൻഡേർഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്യുവർ ഫോമിൽ 1 ബാർ പ്രഷറിലും 298 കെൽവിനിലും 1 പ്യുവർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസ് നമുക്ക് സ്റ്റാൻഡേർഡാണെന്ന് പറയാം. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ റിയാക്ഷനിൽ നടക്കുന്ന എൻതാൽബി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായി കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിക്കുക. ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ കാണാതെ പഠിക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഒരു 2 റിയാക്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് റിയാക്ഷൻസിൻ്റെ എൻതാൽബി കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിയാക്ഷൻ അഥവാ ഒരു റിയാക്ഷൻ എൻതാൽബീനെ നമ്മൾ കാണിക്കാറ് ഡെൽറ്റ ആർ എച്ച് എന്ന ഒരു റിയാക്ഷൻ എൻതാൽബി റിയാക്ഷനെ. സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ നമ്മൾ കാണിക്കാറ് ഡെൽറ്റ ആർ എച്ച് എന്ന് എഴുതിയതിന് ശേഷം ഒരു 0 പോലത്തെ സാധനം ഇടും. ഇങ്ങനെ കണ്ടാൽ ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബി എന്നാണ് പറയുക. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എൻതാൽബിൻ്റെ നൊട്ടേഷനാണ് ഡെൽറ്റ ആർ എന്ന് എഴുതുക, എച്ച് ഇടാണ്ടിന് മേലൊരു 0 കൊടുത്താൽ അത് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എന്നാണ് പറയുക. ഡെൽറ്റ ആർ എച്ച് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ. നമ്മൾ ഒരു ഡെൽറ്റ ആർ എച്ച് ഇങ്ങനെ മാത്രമാണ് കാണുന്നതെന്നുണ്ടെങ്കിലോ അത് റിയാക്ഷൻ എൻതാൽബി, ഇത് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽബി. ഇവിടെ 2 റിയാക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽബി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ അങ്ങനെയും പറയാം, സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് എ റിയാക്ഷൻ എന്നും പറയാം. അപ്പോൾ 2 റിയാക്ഷൻ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്തിട്ടുണ്ട്, എൻതാൽബി ഓഫ് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അഥവാ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്ര സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ ആവശ്യമാണ്, എൻതാൽബി ചേഞ്ച് ഈ ഒരു റിയാക്ഷൻ ഇത്രയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ അഥവാ ഈ രണ്ടാമത് എഴുതിയിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് താഴേക്ക് എഴുതിയിട്ടുള്ളത്. അഥവാ ഒരു അതിനെ ചെറുതാക്കിയിട്ട് അഥവാ 2 എച്ചിലോട്ട് 1 എച്ചും 1 ഓക്സിജനിലോട്ട് 1/2 ഓക്സിജനും 2 H2O ഉണ്ടാവും 1 H2O ഉണ്ടായിട്ടുള്ള സെയിം റിയാക്ഷൻ തന്നെയാണ്. അഥവാ നമ്പർ മാറി എന്ന് വെച്ചാൽ റിയാക്ഷൻ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒഴിവാക്കണ്ട. ഇവിടെ ആ രണ്ടാമത്തെ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിയാക്ഷനെ നമ്മൾക്ക് ഇതിൻ്റെ എൻതാൽബി ചേഞ്ചിനെ വേറെ രീതിയിൽ എഴുതാം. ഈ റിയാക്ഷൻ കൊടുത്തിട്ട് നോക്കുക, ഈ റിയാക്ഷനിൽ അതിൻ്റെ റിയാക്ഷൻ്റെ ഇതും അതിൻ്റെ ഒപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബി ചേഞ്ചും സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എന്തെഴുതിയാൽ മതി, ഈ റിയാക്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലസ് എടുത്തിട്ട് ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു എൻതാൽബി ചേഞ്ച് ഉണ്ടല്ലോ, അതിനൊപ്പം എഴുതലും 2 രീതിയിലാണ് നമ്മൾ എൻതാൽബി ഓഫ് റിയാക്ഷൻ മാർക്ക് ചെയ്യാറ്. ഒന്നെങ്കിൽ ഈ റിയാക്ഷൻ എഴുതിയിട്ട് ഡെൽറ്റ ആർ എച്ച് 0 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡേർഡ് എൻതാൽബിൻ്റെ വാല്യൂ എഴുതും. അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ഈ ഒരു സ്റ്റാൻഡേർഡിൽ എന്തായാലും ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് ഇവിടെ ഈ ഒരു നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിവിടെ പ്ലസ് ഇടും. ഇവിടെ നമുക്ക് പ്ലസ് ആണ് കിട്ടിയെങ്കിൽ നെഗറ്റീവ് ഇടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ വേറെ രീതിയിൽ മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ഇവിടെ പ്ലസ് ഇട്ടിട്ട് ഈ റിയാക്ഷൻ്റെ ഒപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ എഴുതുക. ഇങ്ങനെ ഒരു റിയാക്ഷൻ്റെ ഒപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽബി എഴുതുന്നതിന് ആ ഒരു ഇക്വേഷന്, ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷന് പറഞ്ഞ പേരാണ് തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. ഒരു റിയാക്ഷൻ്റെ ഒപ്പം അവൻ്റെ റിയാക്ഷൻ എൻതാൽബി സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽബി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷന് പറഞ്ഞ പേരാണ്, ആ ഒരു റിയാക്ഷൻ കോമൺലി ഈ റിയാക്ഷന് പറഞ്ഞ പേരാണ് തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. ഇത് ഒരു റിയാക്ഷൻ്റെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫോമുലയാണ് കൊടുത്തിട്ടുള്ളത്. ആ റിയാക്ഷൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലും എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഈ ഒരു റിയാക്ഷൻ്റെ ഒപ്പം അവൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബി എഴുതുന്ന റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുക. നമ്മൾ ഇതിൻ്റെ ഒപ്പം റിയാക്ഷൻ്റെ കൂടെ 2 രീതിയിലാണ് സ്റ്റാൻഡേർഡ് എൻതാൽബി എഴുതുക. ഒരു മെത്തേഡാണ് ഇത് സ്റ്റാൻഡേർഡ് എൻതാൽബി എഴുതുന്നത് എന്താണ്, ഈക്വൽ ടു അതിൻ്റെ ഈക്വൽ ആ വാല്യൂ കൃത്യമായിട്ട് കൊടുക്കും. അവന് റിയാക്ഷൻ്റെ ഒപ്പം ചേർത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ നൊട്ടേഷൻ നോക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് വാല്യൂ ഉള്ളത് അതിനെന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവ് വാല്യൂ ആക്കിയിട്ട് ഇതിനൊപ്പം എഴുതാം. ഇനി നമ്മൾക്കൊരു വാല്യൂ തരുന്നത് ഇവിടുത്തെ തന്ന വാല്യൂ ഇവിടെ പോസിറ്റീവ് 285 എന്നുള്ളൊരു വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇവൻ്റെ റിയാക്ഷനൊപ്പം എഴുതുമ്പോൾ നെഗറ്റീവ് 285 എന്നുള്ള വാല്യൂ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾക്കിത് ഈ ഒരു ആഫ്റ്റർ ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയുമ്പോൾ ആ ഒരു പാഠത്തിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ പറയുള്ളൂ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വലിച്ചു വായിച്ചൊന്നും പറയില്ല. സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മൾ രണ്ടാമത്തെ ഈ ഒരു സെക്ഷനിൽ എൻതാൽബി ചേഞ്ച് എന്താണ്, റിയാക്ഷൻ എൻതാൽബി ചേഞ്ച് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ശേഷം ആ ഒരു ടോപ്പിക്കിൽ തന്നെ
കുറേ സബ് ടോപ്പിക്കുകൾ ABCD എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിക്കാനില്ല. പ്രത്യേകം അവർ ബ്രാക്കറ്റിലിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കും എന്ന് പറഞ്ഞ ടോപ്പിക്കും പഠിച്ചാൽ മതിയെന്ന്. അഥവാ ഈ ഒരു മെയിൻ ടോപ്പിക്കിൽ തന്നെ സബ് ടോപ്പിക്കുകൾ കുറേ ഉണ്ട്. അതിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കും എന്ന് പറഞ്ഞ ടോപ്പിക്കും മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ അത് നമ്മളിപ്പോൾ നോക്കി. ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽബി എന്താണെന്നുള്ളപ്പോൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇല്ലുസ്ട്രേഷനും പ്രത്യേകം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫോക്കസ് ഏരിയയിൽ ഇങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്ത് കാര്യങ്ങൾ ഒരിക്കലും വിടരുത്, കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ടോപ്പിക്കിൽ 2 ടോപ്പിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു രണ്ടാമത്തെ ടോപ്പിക്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇല്ലുസ്ട്രേഷനും മാത്രം പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഹെസസ് ലോ. ഈ ഒരു തെർമോഡൈനാമിക്സിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് ഹെസസ് ലോ എന്ന് കുറിച്ചിട്ടുള്ളത്. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിൽ വരാം, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളോ സ്റ്റേറ്റ്മെൻറ്റോ ഇല്ലുസ്ട്രേഷനോ വന്നിരുന്നു ഇതുവരെ. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റും ഇല്ലുസ്ട്രേഷനാണ് വേണ്ടത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇല്ലുസ്ട്രേഷനാണ് പോണത്. കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് നോട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാഠം പഠിക്കണം. ഞാൻ എഴുതുന്ന ആ ഒരു ക്ലാസ് വെറുതെ നിങ്ങൾ കേട്ടിരുന്ന് പോയത്, റിയാക്ഷൻസ് നിങ്ങൾ എഴുതി നോക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. എന്താണ് ഒരു ഹെസസ് ലോ? ഒരു കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷനിൽ എന്താണ് ഹെസസ് ലോ എന്നുള്ളതാണ്, ഒരു റിയാക്ഷൻ്റെ ഹെസസ് ലോ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദി ലോ സ്റ്റേറ്റ് ദാറ്റ് ദി ടോട്ടൽ എൻതാൽബി ചേഞ്ച് ഫോർ എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്. ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെയോ ഫിസിക്കൽ പ്രോസസ്സിൻ്റെയോ ടോട്ടൽ എൻതാൽബി ചേഞ്ച് എന്ന് പറയുന്നത് ഈസ് ദി സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിലോ അല്ലെങ്കിൽ കുറേ സ്റ്റെപ്പിലോ നടന്നു കഴിഞ്ഞാലും അവ രണ്ടിൻ്റെയും എൻതാൽബി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയും ചെയ്യാം. ലോ എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് B എന്നുള്ള പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ട്. ഞാനിവിടെ എക്സാമ്പിൾ റിയാക്ഷൻ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി B എന്നുള്ള റിയാക്റ്റൻ്റായി മാറിയിട്ടുണ്ട്. അതൊരു റിയാക്ഷനാണ്. ഇത് ഒരു സ്റ്റെപ്പിലാണ് ഇവിടെ നടന്നത്. A to B എന്നുള്ളത് ഒരു സ്റ്റെപ്പോട് നടന്നു. ഈ റിയാക്ഷൻ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നടക്കാതെ ഇങ്ങനെ വളഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പായി മാറാമെന്ന് വിചാരിക്കുക. അഥവാ A C ആയതിനു ശേഷം C D ആയതിനു ശേഷം D B ആവുക. ഇവിടെ നമുക്ക് B എന്നുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. A നേരെ B ആവാതെ സെവറൽ സ്റ്റെപ്പിൽ കൂടെ എന്തായി B ആയി. ഈ 2 കേസിലും ഇവിടേക്കുള്ള ടോട്ടൽ എൻതാൽബി ചേഞ്ച് സെയിം ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ A എന്ന് B ആവാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ഷൻ എൻതാൽബി ഇവിടെ ആവശ്യമാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ A എന്ന് C to D പോയിട്ട് B ആവാൻ വേണ്ടിയിട്ട് 3 എൻതാൽബി ചേഞ്ചുകൾ ആവശ്യമുണ്ട്. എന്താണ്? A എന്ന് B ആവാൻ വേണ്ടിയിട്ട് ഒരു എൻതാൽബി ആവശ്യമുണ്ട്. ഇത് പിന്നെ പല സ്റ്റെപ്പിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ 3 സ്റ്റെപ്പ് കൊണ്ട് നടന്നപ്പോൾ 3 സ്റ്റെപ്പിലും ആവാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? എൻതാൽബി ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു 3 വാല്യൂം കൂടെ ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വാല്യൂ ആണ് കിട്ടുക. അതായത് ഇവിടെയുള്ള എൻതാൽബി ചേഞ്ച് ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും ഇത് പല സ്റ്റെപ്പിൽ കൂടെ പോയി നടന്നാലും അവിടെ ഉണ്ടായിട്ടുള്ള എൻതാൽബി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇത് ഇക്വേഷൻ വെച്ച് നമ്മൾക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇനി കാണിച്ചു തരും പറയുന്നതാണ്. ഇവിടെ ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ ആർ H2 പ്ലസ് ഡെൽറ്റ ആർ H3 എന്ന് പറയാൻ പറ്റും. ഡെൽറ്റ ഇവിടെ ഒരു R എന്നൊരു ടേം ഉണ്ട്, ഡെൽറ്റ ആർ H1. അഥവാ ഈ ഒരു സെവറൽ സ്റ്റെപ്പിൽ നടക്കുന്നതിന് കൂട്ടിയ അതേ വാല്യൂ തന്നെയാണ് ഒരു ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലുണ്ടാവുന്ന എൻതാൽബി ചേഞ്ച്. അതാണ് ഈ ഒരു എസ് ലോ പറഞ്ഞത്. ഈ ഒരു എസ് ലോ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ നടന്നാലുണ്ടാവുന്ന എൻതാൽബി ചേഞ്ച് തന്നെയായിരിക്കും അത് പല സ്റ്റെപ്പിൽ നടന്നാലും ഉണ്ടാവുന്ന എൻതാൽബി ചേഞ്ച്. ദി ലോ സ്റ്റേറ്റ് ദാറ്റ് ദി ടോട്ടൽ എൻതാൽബി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ ടോട്ടൽ എൻതാൽബി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈസ് ദി സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലോ അതിൽ പല സ്റ്റെപ്പ് വെച്ച് നടന്നാലും അതിൻ്റെ ടോട്ടൽ എൻതാൽബി ചേഞ്ച് എന്ന് പറഞ്ഞത് സെയിം ആയിരിക്കും. ഇത് നമ്മൾ കൂട്ടിയപ്പോൾ അതൊരു ഇക്വേഷൻ ബേസ് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിന് വേറെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇത് ഇല്ലുസ്ട്രേഷൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളോട് ഈ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കണമെന്നും അതിൻ്റെ ഇല്ലുസ്ട്രേഷനും പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല്ലുസ്ട്രേഷനും കൃത്യമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. കൺസിഡർ ദി പ്രോസസ് ഇൻ വിച്ച് റിയാക്റ്റൻറ്റ് A ഈസ് കൺവേർട്ടഡ് ടു B. അഥവാ ഈ ഒരു റിയാക്ഷനിൽ A എന്ന് പറഞ്ഞ സംഭവം B ആയിട്ട് മാറുന്നുണ്ട്.
അങ്ങനെ ആ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ബൈ ഇൻവോൾവിങ് ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെൽറ്റ എച്ച് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു എന്ന് ബിക്ക് ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്ന സമയത്ത് അവിടെ എൻതാൽബി ചേഞ്ച് ഉണ്ട്. ദെൻ വേറെ കാര്യം പറയാം, ലെറ്റ് ദി സെയിം റിയാക്റ്റൻസ്, ആ റിയാക്റ്റൻറ്റ് തന്നെ ആദ്യം എ ഈസ് ഫസ്റ്റ് കൺവേർട്ട് ടു സി, അഥവാ അത് സി ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ദെൻ ടു ഡി, അത് ഡി ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ശേഷം ഫൈനലി ടു ബി, അതെന്തുണ്ട്, ശേഷം അത് ഫൈനലി ബി എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അഥവാ നമ്മൾ എ ടു ബി ആയ അതേ സാധനം തന്നെ സി കൂടെ ഡി കൂടെ പോയിട്ട് ബി ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻവോൾവിങ് അവിടെ ഹീറ്റ് ഇൻവോൾവ് ചെയ്യുന്ന കേസും പറഞ്ഞാൽ ഡെൽറ്റ എച്ച് 1 ആണ്, അവിടെ രണ്ടാമത്തെ ഡെൽറ്റ എച്ച് 2 ആണ്, ഡെൽറ്റ എച്ച് 3 ആണ്. ഇവിടെയൊക്കെ ഒരു 6 എന്ന് പറഞ്ഞ ടേം വിട്ടു പോയിട്ടുണ്ട്, അവിടെ 6 എന്ന് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ റിയാക്ഷൻ എന്തായാലും ആയതുകൊണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന അതേ എന്താൽബി തന്നെയാണ് ഇതേ സ്റ്റെപ്പിൽ കൂടെ നടക്കുക എന്നുള്ളത് റിയാക്ഷൻ ബേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം തന്നെയാണ് ലോ എക്സ്പ്ലെയിൻ, ഈ ഒരു ലോ പറഞ്ഞ സമയത്തും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഈ കാര്യം തന്നെയാണ്. പക്ഷേ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞ സമയത്ത് ഇതേപോലെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു റിയാക്ഷൻ എടുക്കുക, എന്നിട്ട് എന്ന് ബിക്ക് പോകുന്നുള്ള എന്തായാലും ഇങ്ങനെയാണെന്നും എന്ന് സിയിൽ കൂടെ പോയി ഡിയിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ഇങ്ങനെയാണെന്നും ആഫ്റ്റർ അക്കോർഡിംഗ് ടു ഹെസസ് ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഓരോന്നിൻ്റെയും കൂട്ടിയതാണ് എന്നുള്ളത് നമ്മൾ ഇല്ലുസ്ട്രേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണേ എന്നുള്ളതാണ്, കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഹെസസ് ലോ എന്താണെന്നുള്ളത് മനസ്സിലായി. ഈ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കിട്ടി. അഥവാ ഹെസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും അത് സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ ടോട്ടൽ എന്താൽബി ചേഞ്ച് സെയിം ആയിരിക്കും. ഈ ഒരു റിയാക്ഷൻ്റെ നമ്മൾക്ക് ഈ ഒരു റിയാക്ഷൻ ഇക്വേഷൻ ഇതേപോലെ എഴുതണം, ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ആർ എച്ച് 1 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 2 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 3. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ഇതിൻ്റെ ഒരൊറ്റ വാല്യൂ ആണ് കിട്ടുക. ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഹെസസ് ലോ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലുസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ നോട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയെടുക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഈ ഒരു എന്താൽബി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും അതിൽ 2 ടോപ്പിക്കും കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ലാസ്റ്റ് ഈ ഒരു പാർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവുക. എന്താണ് സ്പോണ്ടേനിറ്റി, എന്താണ് സ്പോണ്ടേനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. സ്പോണ്ടേനിറ്റി, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ അവനക്ക് സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയാം. ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, അവൻ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടന്നത്, ആ ഒരു റിയാക്ഷൻ നടന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ അവനക്ക് സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയാം. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്? സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഈസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻസിൻ്റെ ഹെൽപ്പിൽ, ഒരു എക്സ്റ്റേണൽ ആയ ഏജൻറ്റിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എക്സ്റ്റേണൽ ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്ന എക്സ്റ്റേണൽ സപ്പോർട്ട്, വേറൊരാളെ സഹായം ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾ. ഓൾ നാച്ചുറൽ പ്രോസസ് ആർ സ്പോണ്ടേനിയസ്, അഥവാ എല്ലാ നാച്ചുറൽ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാവും. ഞാൻ എക്സാമ്പിൾ പറയാണ്. ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. ഒരു വെള്ളച്ചാട്ടം അഥവാ ഹയർ ലെവലിൽ നിന്ന്, വലിയ ലെവലിൽ നിന്ന്, ഹയർ ലെവലിൽ നിന്ന് വെള്ളം താഴത്തെ ലോവർ ലെവലിലേക്ക് വെള്ളം വന്ന് പതിക്കുകയാണ്. അത് നാച്ചുറലി വന്ന് പതിക്കണതാണ്, നമ്മൾ എന്തെങ്കിലും കാട്ടിയിട്ട് വന്ന് പതിക്കണമാണോ? അല്ല, അത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എന്ത് ചെയ്യും, വെള്ളം വന്ന് ഒഴുകി വീഴും. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. വേറൊരാളെ ഹെൽപ്പ് വേണ്ട, ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ആവശ്യമില്ല. അഥവാ മേലെന്ന് വെള്ളം താഴത്തേക്ക് ഒഴുക്കാൻ നമുക്ക് മേലെന്ന് വെള്ളം മോട്ടറിൻ്റെ താഴത്തേക്ക് അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു എക്സ്റ്റേണൽ ഒരു മോട്ടറിൻ്റെ ആവശ്യമുണ്ടോ? വെള്ളം മേലെ നിൽക്കണ വെള്ളത്തിന് താഴത്തേക്ക് കൊണ്ടുവരാൻ അത് അവിടുന്ന് എടുത്ത് ഒഴിച്ചാൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഒരു വെള്ളം ഫ്ലോ, ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വെള്ളം ഒഴുകുക എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഇതിലാണ് നടക്കുന്നത്. ഒരു ഹെൽപ്പില്ലാതെ, ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഹെൽപ്പില്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾക്കാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുക. വേറെ എക്സാമ്പിളുകളുണ്ട്. ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. ചൂടായ ഹോട്ട് ആയ ബോഡിയിൽ നിന്ന് കോൾഡായ തണുത്ത ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യാം. നമ്മളൊരു തീ കത്തിച്ച് വെക്കുകയാണ്, നമ്മളുടെ എടുത്തു വന്നാൽ നമ്മളെ കയ്യിലേക്ക് ചൂട് വരില്ലേ? നമ്മളവിടെ ഒരു കരിങ്ങ എന്നാൽ ചൂടുള്ള അല്ലെങ്കിൽ പഴുത്തിരിക്കുന്ന ഒരു കല്ല് അല്ലെങ്കിൽ ഇരുമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ചൂടാക്കിയിട്ട് ഒരു ഇരുമ്പ് നമ്മൾ അടുത്ത് കൊണ്ട് വെച്ചാൽ നമ്മളെ കയ്യിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചൂട് വരും. എങ്ങനെയാണ് ആ ഹീറ്റ് വരുന്നത്? അഥവാ നമ്മളെ കൈ എന്ന് പറഞ്ഞാൽ ആ തീനെ അപേക്ഷിച്ചോളം ചൂട് കുറവായതുകൊണ്ട് അത് നമുക്ക് കോൾഡ് ബോഡിയാണെന്ന് പറയാം. ആ തീയിൽ നിന്ന് എന്ത് ചെയ്യും, ഹയർ ചൂടുള്ളവിടുന്ന് ലോവർ ആയ ചൂടുള്ള സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമ്മളൊന്നും ഒരു എക്സ്റ്റേണൽ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ്റർ മിക്സിംഗ് ഓഫ് ഗ്യാസസ്.
രണ്ട് ഗ്യാസുകൾ നമ്മൾ മിക്സായി പോവുക. നമ്മൾ രണ്ട് ഗ്യാസ് എടുത്തിട്ട് അതിനെ ഒരു പാത്രത്തിൽ നിന്ന് രണ്ട് മിക്സായി തന്നെ മിക്സ് ആയിക്കോളും. നമ്മൾ എടുത്ത് മിക്സാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ബേണിംഗ് ഓഫ് ഫ്യൂൽ, ഒരു ഫ്യൂൽ കത്തുക. ഒരു ഫ്യൂൽ എന്താണ്, നമ്മൾ ആദ്യം ഒരു തീ ബേണിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് തന്നെ കത്തിപ്പോയിക്കോളും. ഫ്യൂൽ മൊത്തം കത്തുക. മെൽറ്റിംഗ് ഓഫ് ഐസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോവുക. അതൊക്കെ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, ഒരു പാത്രത്തിൽ വാട്ടർ വെച്ചാൽ തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഈ ഒരു പ്രോസസ്സുകളൊക്കെ എന്താണ് കൃത്യമായിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം കൊടുത്താണ് എല്ലാ എക്സാമ്പിളും. അല്ലാതെ എനിക്ക് ഇതിങ്ങനെ മൊത്തം എഴുതിയിട്ട് ഒരു ആവശ്യമില്ലാതെ കൊടുക്കേണ്ടതില്ല. എക്സാമ്പിൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആണോ സ്പോണ്ടേനിയസ് അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. എക്സാമ്പിൾ ചോദിക്കണമാണ്, എക്സാമ്പിൾ കൊടുത്തിട്ട് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ പ്രസൻസ് ഇല്ലാതെ, ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻസിന് പറഞ്ഞ പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്, സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്. എല്ലാ നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സുകളും ഒക്കെ എന്താണ്, സ്പോണ്ടേനിയസ് ആണ്. മഴ പെയ്യണതൊക്കെ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമ്മൾക്ക് മഴ ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ആവശ്യമുണ്ട്, ഹെൽപ്പ് ഉണ്ടോ? മഴ താഴത്തേക്ക് വന്ന് വീഴാൻ ആവശ്യമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് കാനോട്ട് റിവേഴ്സ് ഇറ്റ് ഡയറക്ട്ലി ബൈ ഇറ്റ്സ് ഓൺ. അഥവാ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് തന്നെ അവൻ്റെ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വെള്ളം ചാടുന്ന പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിന് ഒരാളെ ഹെൽപ്പില്ലാതെ മേലെന്ന് വന്ന വെള്ളം നമുക്ക് മേലെന്ന് വന്ന താഴെ എത്തിയ വെള്ളം നമുക്ക് അടിയിൽ നിന്ന് മേലേക്ക് കൊണ്ടുപോകാൻ ഒരു ഹെൽപ്പില്ലാതെ പറ്റുമോ? ഒരു റിവേഴ്സ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമോ? ആ പ്രോസസ്സിന് കഴിയില്ല. ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, പോസിബിൾ അല്ല. അവൻ സ്വന്തം കഴിവിൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തന്നെ എന്ത് ചെയ്യില്ല, അടിയിലേക്ക് വന്ന വെള്ളം മേലേക്ക് പോകില്ല. നമ്മൾ മോട്ടർ വെച്ചിട്ട് എക്സ്റ്റേണൽ ഏജൻസി വെച്ച് അടിച്ചാൽ മാത്രമാണ് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ആൾസോ കോൾഡ് ഫീസിബിൾ റിയാക്ഷൻ ഓർ കോൾഡ് പ്രോബബിൾ റിയാക്ഷൻ ഓർ കോൾഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. കൃത്യമായൊക്കെ മനസ്സിലാക്കുക. അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിളാണ്, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫീസിബിൾ റിയാക്ഷനാണ് ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ മഴ പെയ്യുന്ന കേസ് തന്നെ എടുക്കുക, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കയ്യിലേക്ക് ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് ചൂട് വരികയാണ്, നമ്മളെ കയ്യിൽ നിന്ന് അതേ ചൂട് ആ ഹോട്ട് ബോഡിക്ക് കൊടുക്കാൻ പറ്റുമോ? റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിളാണ്. ഒരു വെള്ളം ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരികയാണ്, അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ തന്നെ നടക്കുമോ? തന്നെ നടക്കൂല. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ സ്റ്റഡി ആവശ്യമുണ്ട്. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളും അഥവാ ആ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കലും പലതരത്തിൽ കാണാത്ത എക്സാമ്പിളുകൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. നമുക്ക് കുറച്ച് കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷന് സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ അത് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി, ഒരു റിയാക്ഷൻ അഥവാ സ്പോണ്ടേനിയസ് ആവണമെങ്കിലുള്ള ക്രൈറ്റീരിയയാണ് പറയുന്നത്. ഡ്യൂറിങ് എ സ്പോണ്ടേനിയസ് പ്രോസസ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ലൈക്ക് ബേണിംഗ് ഓഫ് ഫ്യൂവൽ, ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. അഥവാ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ബേണിംഗ് ഓഫ് ഫ്യൂവൽ കത്തൽ, അഥവാ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. അങ്ങനെ പറഞ്ഞ ഈ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ ഉണ്ടല്ലോ, ഈ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സുകളിൽ ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് ഹയർ ലെവൽ ടു ലോ ലെവൽ, അങ്ങനെ ഈ ഒരു സ്പോണ്ടേനിയസ് ഈ ഒരു പ്രോസസ്സുകളിലൊക്കെ എനർജി ഓഫ് ദി സിസ്റ്റം ഡിക്രീസസ്. അപ്പോൾ ഇവിടെ ചെയ്യണ ഈ ഒരു പ്രോസസ്സുകളുണ്ടല്ലോ, ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ ഈ ഒരു പറഞ്ഞ പ്രോസസ്സുകളിലൊക്കെ അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യാണ്. എനർജി ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹയർ ലെവലിൽ ഹയർ എനർജിയിൽ ഇരിക്കുന്ന വെള്ളം ലോവർ ലെവലിലേക്ക് വരികയാണ്, അതുകൊണ്ട് അതിന് എനർജി കുറയുകയാണ്. ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എന്ന് പറഞ്ഞ എനർജി ഫ്ലോ ചെയ്തിട്ട് കോൾഡ് ബോഡിയിലേക്ക് പോവാണ്, അവിടെയും എനർജി ഡിക്രീസ് ചെയ്യാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു പറഞ്ഞ ഈ എക്സാമ്പിളുകൾ പറഞ്ഞ പ്രോസസ്സുകളിലൊക്കെ അവൻ്റെ എനർജി ഡിക്രീസ് ചെയ്യാണ്. സോ വൺ ഓഫ് ദി ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റീസ് ഡിക്രീസ് ഇൻ എനർജി. അഥവാ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവൻ്റെ എനർജി ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവണം. ഒരു പ്രോസസ്സ് നടന്നു, ആ പ്രോസസ്സ് നടന്നിട്ട് അവൻ്റെ സ്പോണ്ടേനിയസ് ആണ് എന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താവണം, അവൻ്റെ റിയാക്ഷൻ അവൻ കഴിഞ്ഞ സമയത്ത് അവൻ്റെ എനർജി ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഒരു ക്രൈറ്റീരിയയാണ് ഈ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഡ്യൂറിങ് ഈ ഒരു പറഞ്ഞ പ്രോസസ്സുകളിലൊക്കെ അവൻ്റെ എനർജി എന്താവുകയാണ്, ഡിക്രീസ് ആവുകയാണ്.
ആ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. എന്നിട്ടാണ് അതിൻ്റെ ക്രൈറ്റീരിയ പറയണത്. അഥവാ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ അവൻ്റെ എനർജി എന്താവണം, ഡിക്രീസ് ചെയ്യണം. കൃത്യമായി ഒരു ക്രൈറ്റീരിയ പറഞ്ഞു. രണ്ടാമത്തെ ക്രൈറ്റീരിയ മനസ്സിലാക്കുക, വേറെ കുറച്ച് റിയാക്ഷൻസിനെ കുറിച്ച് പറയാണ്. ബട്ട് സം സ്പോണ്ടേനിയസ് പ്രോസസ് ലൈക്ക് മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. നമ്മളിപ്പോൾ ടോട്ടലി അഥവാ എല്ലാ എക്സാമ്പിളിലൂടെ പറഞ്ഞല്ലോ. ഈ ഒരു എക്സാമ്പിളിൽ തന്നെ പലതരത്തിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ എക്സാമ്പിളും നമ്മൾ എടുക്കുകയാണ്. അത് 2 എക്സാമ്പിളിൻ്റെ കേസ് ഇവിടെ പറഞ്ഞു. ശേഷം വേറൊരു കേസ് പറയുകയാണ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് മെൽറ്റ് ആവുക. ആൻഡ് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, ഇവാപ്പറേഷൻ, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. എക്സെട്ര, ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ ഒരു ഇവാപ്പറേഷൻ, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഇവാപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അഥവാ വെള്ളം തിളപ്പിക്കുമ്പോൾ മാത്രമല്ല ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വെള്ളം വെറുതെ വെക്കുന്ന സമയത്ത് അതിന് ഹീറ്റ്, അഥവാ സർഫസിൽ ഹീറ്റ് വന്നിട്ട് ആ വെള്ളം ചൂടായിട്ടാണ് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വാപ്പറൈസ് ആയിട്ട് പോവുക, നീരാവി ആയിട്ട് പോവുക. വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ നീരാവി ഉണ്ടാകുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ്. അപ്പോൾ ആ ഒരു ഇവാപ്പറേഷൻ നടക്കുന്ന ആ പ്രോസസ്സിൽ അത് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ്. ദി എനർജി ഓഫ് എ സിസ്റ്റം ഇൻക്രീസിങ് ഡ്യൂറിങ് ദ പ്രോസസ്. ഈ പറഞ്ഞ പ്രോസസ്സുകളിൽ അതിൻ്റെ എനർജി എന്താണ്, ഇൻക്രീസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് അതിൻ്റെ എനർജി ഡിക്രീസ് ആവണമെന്ന്. പക്ഷേ ഈ പറഞ്ഞ ഇതൊക്കെ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളാണ്. പക്ഷേ അവിടെ എന്താണ്, ഇതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത, ദി എബോവ് പ്രോസസ്സ് ആർ അക്കമ്പനീഡ് വിത്ത് ഇൻക്രീസിങ് ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം. അഥവാ ഈ ഒരു പ്രോസസ്സുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സുകളുണ്ടല്ലോ, അവിടെ എനർജിൻ്റെ കേസിൽ അത് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏതിൻ്റെ കേസിലാണ് ഇത് സ്പോണ്ടേനിയസ് ആണെന്ന് പറയുന്നത്, ഡിസോർഡറിൻ്റെ കേസിൽ. ഒരു റിയാക്ഷൻ ഡിസോർഡർനെസ് കൂടുകയാണെങ്കിൽ, ഡിസോർഡറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഡിസോർഡർനെസ് ആ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ മുമ്പുള്ള ഡിസോർഡർനെസ്സും ശേഷമുള്ള ഡിസോർഡർനെസ്സും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസോർഡർനെസ് കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയാം. എന്താണ് ഡിസോർഡർനെസ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അവിടെ പറയുന്നുണ്ട്, മനസ്സിലാക്കി വെക്കുക. അനദർ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിയസ് ഈസ് ഇൻക്രീസിങ് ഡിസോർഡർനെസ്. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്താലും ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയാം. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ, 2 ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന്, അവൻ്റെ എനർജി ഡിക്രീസ് ആവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവൻ്റെ ഡിസോർഡർനെസ് ഇൻക്രീസ് ആവുക. എന്താണ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ എൻട്രോപ്പി? ഡിസോർഡർ എന്ന് പറഞ്ഞ പേരാണ് എൻട്രോപ്പി. എൻട്രോപ്പി കൂടിയാൽ മതി, ഡിസോർഡർനെസ് കൂടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയാം. എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്. അഥവാ ഒരു വെള്ളം നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോണ സമയത്ത് ആ വെള്ളത്തിൻ്റെ ഗ്യാസ് മോളിക്യൂൾസ് കൂടുതലായിട്ട് ഡിസോർഡറായി പോവാണ്, കൂടുതലായിട്ട് വേപ്പറൈസ് ചെയ്ത് പോണ സമയത്ത് ഡിസോർഡർനെസ് കൂടുക, റാൻഡംനെസ് കൂടുകയാണ്. ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ഒരു ബീക്കർ നമ്മൾ വെള്ളം വെക്കുകയാണ്. ഈ വെള്ളം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മോളിക്യൂൾസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. നമ്മളിതിനെ ചൂടാക്കുന്ന സമയത്ത് ഇതെന്താ ചെയ്യുക, അതിൽ ഡിസോർഡർനെസ് കൂടിയിട്ട് അവ ഡിസോർഡറായി പോവുക ചെയ്യുക. ഡിസോർഡർനെസ് കൂടുതലേ ചെയ്യുക. ഡിസോർഡർനെസ് എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾസ് പരന്ന് ഡിസോർഡറായിട്ട് പോകണേനാണ് ഡിസോർഡർനെസ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ ഇത് നീരാവിയായിട്ട് പോകും, മോളിക്യൂൾസ് പോകും. അപ്പോൾ അതിൻ്റെ ഡിസോർഡർനെസ് കൂടുകയല്ലേ. ഈ ചെറുതായിട്ട് ഉണ്ടായിരുന്ന ഈ മോളിക്യൂൾ ഡിസോർഡർനെസ് അഥവാ ഓർഡർനെസ് ഇവിടെ കുറവായിരുന്നു. ഇത് വേപ്പറായി പോകുന്ന സമയത്ത് ഡിസോർഡർനെസ് കൂടുകയാണ്. അപ്പോൾ ആ ഒരു റാൻഡംനെസ് കൂടുകയാണ്. അങ്ങനെ ആ ഡിസോർഡർനെസ് റാൻഡംനെസ് കൂടുന്നതിന് പറഞ്ഞ പേരാണ് എൻട്രോപ്പി എന്ന് പറയാം. എൻട്രോപ്പിന് എസ് എന്ന് പറഞ്ഞ സിമ്പിളായിട്ട് സൂചിപ്പിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രൈറ്റീരിയ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ഒരു റിയാക്ഷൻ്റെ എൻട്രോപ്പി കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ നമുക്ക് സ്പോണ്ടേനിയസ് ആണ് എന്നുള്ള കണ്ടീഷനിൽ ഉൾപ്പെടുത്താം. ഒരു റിയാക്ഷൻ്റെ എൻതാൽബി അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടന്നതിന് ശേഷം അതിൻ്റെ എനർജി, എൻതാൽബി അല്ല, അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയാം. മനസ്സിലാക്കുക, 2 കണ്ടീഷൻസ് ആണ്, ക്രൈറ്റീരിയയാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ. ഒന്ന്, അതിൻ്റെ റിയാക്ഷൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ്റെ ഡിസോർഡർനെസ് കൂടുക, എൻട്രോപ്പി കൂടുക. ഒരു റിയാക്ഷൻ ഇപ്പോൾ ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക. ഒരു മഴ പെയ്യാണെന്നുണ്ടെങ്കിലും ആ ഒരു വെള്ളം ചാടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മേലെന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അത് നല്ലൊരു കട്ടിയിൽ വന്ന വെള്ളം വന്ന് വീണ് തട്ടി തെറിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ മോളിക്യൂൾസിന് ഡിസോർഡർനെസ് കൂടുക ചെയ്യുക. കൂടുതൽ ഭാഗത്തേക്ക് പരന്നൊഴുകാനാണ് വെള്ളം ശ്രമിക്കുക. ഡിസോർഡർനെസ് കൂടുകയാണ്. ആ റിയാക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആണ്. കാരണം എന്താ, എൻട്രോപ്പി കൂടുതലാണ്.
എൻട്രോപ്പി കൂടിയിട്ടുള്ള ആ രീതിയിൽ നമുക്ക് വാട്ടറിൻ്റെ കേസ്, വെള്ളം ചാടുന്ന കേസ് അങ്ങനെയും പറയാം. ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളുകളിൽ എനർജി കുറയുകയാണെങ്കിലും അതിൻ്റെയും എൻട്രോപ്പി എന്താണ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ക്രൈറ്റീരിയ ഏതെങ്കിലും ഒന്ന് ഒരു ക്രൈറ്റീരിയ അവന് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ 2 ക്രൈറ്റീരിയയോ അലോ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു റിയാക്ഷൻ നമ്മൾ സ്പോണ്ടേനിയസ് ആണ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ പ്രസൻസ് ഇല്ലാതെ, ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത നടക്കുന്ന എല്ലാ പ്രോസസ്സുകൾക്കും നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സാണെന്ന് പറയാം. എല്ലാ നാച്ചുറൽ പ്രോസസ്സ് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അത് നമ്മൾ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് എക്സാമ്പിൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ശേഷം നമ്മൾ പറയുകയാണ് ഈ ഒരു റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ആ സ്പോണ്ടേനിയസിനെ കുറിച്ച് നമ്മൾ പറയാം. സ്പോണ്ടേനിയസ് ക്രൈറ്റീരിയ വെച്ച് പറയാൻ 2 ക്രൈറ്റീരിയകൾ കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായി ഡിസ്കസ് ചെയ്തു. ഈ ഒരു സ്പോണ്ടേനിയസ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ അതിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു രണ്ടാമത്തെ പാർട്ടിലത്തെ എല്ലാ ടോപ്പിക്കും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും റിയാക്ഷൻസും സ്പോണ്ടേനിറ്റി എന്നുള്ള ടോപ്പിക്കും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഒന്ന് SSLO മാർക്ക് ചെയ്ത് വെക്കുക, സ്പോണ്ടേനിറ്റി മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്തായാലും റിയാക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, കറക്റ്റായി പഠിച്ചിരിക്കണം എന്ന് പറയാൻ പറ്റും. ഈ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതായത് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് തന്നെ പഠിക്കുക. എക്സാമ്പിളുകളൊക്കെ എല്ലാതും ഓർത്ത് വെക്കുക, പ്രത്യേകിച്ച് സ്പോണ്ടേനിറ്റിൻ്റെ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ആ ഒരു 2 പാർട്ടുകൾ ഒരുമിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പാഠം ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഒട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.